ഹായ് ഫ്രണ്ട്സ്, സാലഡ് സിമ്പിളായി കുറഞ്ഞ ചേരുവകൾ യൂസ് ചെയ്തിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതൊരു സിമ്പിൾ സാലഡ് റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാലഡ് റെസിപ്പിയാണ്. സാലഡ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. സവാളയുടെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. ഇതേപോലെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുമ്പോൾ സവാള നല്ലപോലെ ഉടഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് ജ്യൂസി ആയിട്ട് കിട്ടും. ഇത് സാലഡിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. നല്ലപോലെ ഉടച്ചെടുത്ത ഈ സവാളയിലേക്ക് അടുത്തതായിട്ട് ഞാനൊരു മീഡിയം സൈസ് തക്കാളിയാണ് ചേർക്കുന്നത്. തക്കാളിയുടെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. തക്കാളിയുടെ തൊലി കളയണ നിർബന്ധമില്ല, ഞാനിവിടെ തൊലി കളഞ്ഞെടുത്തു എന്നേ ഉള്ളൂ. ശേഷം പാകത്തിന് എരിവിന് പാകത്തിന് 3-4 മുളകും കൂടെ നമുക്ക് ചേർക്കാം. ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. കാന്താരി മുളകോ പച്ചമുളകോ നമ്മുടെ കയ്യിലുള്ളതുപോലെ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് അടുത്തതായി ഞാനൊരു കട്ട തൈരാണ് ചേർക്കുന്നത്. ചെറിയ പുളിപ്പുള്ള തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. തൈര് നന്നായി ഉടച്ചെടുത്ത് നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. തൈരെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ പുളിപ്പുള്ള തൈരെടുക്കാൻ ശ്രമിക്കുക. തൈരിൻ്റെ പുളിപ്പ് കൂടിപ്പോയാലും പുളിയില്ലാത്ത തൈരാണെങ്കിലും നമ്മുടെ സാലഡിൻ്റെ ടേസ്റ്റിനെ അത് ബാധിക്കും. ചെറിയ പുളിപ്പുള്ള തൈരെടുക്കാൻ ശ്രമിക്കുക. ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. സാലഡ് ഏകദേശം തയ്യാറായി കഴിഞ്ഞു. ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഞാനിവിടെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. പുളിപ്പ് കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. പഞ്ചസാര ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുമ്പം സാലഡിൻ്റെ ടേസ്റ്റിനെ അത് ബാലൻസ് ചെയ്യാനത് ഹെൽപ്പ് ചെയ്യും. പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് റെഡിയായി കഴിഞ്ഞു. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു സാലഡാണിത്. ഈ സാലഡ് നമുക്ക് ചോറിൻ്റെ കൂടെയോ ബിരിയാണിയുടെ കൂടെയോ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാം. നല്ല സാലഡ് മാത്രമായി കഴിക്കുന്നവരാണെങ്കിലും ഇത് തന്നെ കഴിക്കാനും നല്ലൊരു സാലഡ് റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.